പരപ്പനങ്ങാടി പാലത്തിങ്ങൽ കൊട്ടന്തല ന്യൂക്കട്ടിൽ മിനിയാന്ന് കാണാതായ കുട്ടിക്ക് ഇന്ന് 11-ാം തീയതി വെള്ളിയാഴ്ചയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NDRF സംഘവും തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ 6 മണിക്ക് ട്രോമോ കെയർ പ്രവർത്തകർ ഈ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം IRW അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ NDRF സംഘവും തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. മിനിയാന്ന് 3 കുട്ടികളെ നീന്തി കളിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. താന്നൂര് എടകടപ്പുറം സ്വദേശി പുരക്കൽ ഷാജഹാൻ്റെ മകന് ജുറൈജ് 17 വയസ്സുള്ള കുട്ടിയെയാണ് കാണാതായിട്ടുള്ളത്. അപ്പോൾ അവന് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ തലപ്പാറ ആ വിഷയം നടന്നപ്പോഴും തലപ്പാറ ആക്സിഡൻറ്റിൽ ആ യുവാവ് തോട്ടിൽ വീണപ്പോൾ ആ സംഭവം, അതുപോലെ ഇപ്പോൾ ഈ പാലത്തിങ്ങൽ ന്യൂക്കട്ടിൽ ഉണ്ടായ സംഭവം, അതിലൊക്കെ ഈ ട്രോമോ കെയർ പ്രവർത്തകർ, അതുപോലുള്ള IRW അതുപോലുള്ള സന്നദ്ധ പ്രവർത്തകർ സജീവമായിട്ട് രംഗത്തുണ്ട്. അവർ ഇപ്പോൾ ഒരു ട്രോമോ കെയർ പ്രവർത്തകർ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ നന്ന രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവരൊന്നും ഇതിൽ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഇതിന് ശമ്പളമൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അവർ ഈ സമൂഹത്തിൽ ഇത്ര ഒരു പ്രശ്നം വരുമ്പോൾ അവർ പകലും രാത്രിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് അവർ ജോലി ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തലപ്പാറമെന്ന് ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചിരുന്നു. എനിക്ക് ഈ ട്രോമോ കെയർ പ്രവർത്തകരുടെ കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ തലപ്പാറമെന്ന് ചോദിച്ചതിന് അവരെ വർക്ക് കണ്ടപ്പോഴേ അവർക്ക് എന്തെങ്കിലും ഒരു ശമ്പളവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി. കാരണം ഇത്രയും ഹാർഡ് വർക്കാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ആ വർക്കിനെ ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രക്കും രാവിലെയും രാത്രിയും ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു പ്രവർത്തനം. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടീനെ കാണാതായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ, അവൻ്റെ രക്ഷിതാക്കളുടെ, അവൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ ഒരു അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോഴാണ് ആ ഒരു വിഷയത്തിൽ ഈ ട്രോമോ കെയർ പ്രവർത്തകർ ആ കുട്ടി ആരാണോ അല്ലെങ്കിൽ അവർക്കൊരു പരിചയമില്ലാത്ത ആ കുട്ടിക്ക് വേണ്ടി ഇത് കേട്ട ഉടനെ വന്നിട്ട് അവർ ഈ വർക്കിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഈ ആത്മാർത്ഥത ഒരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അവരെ ശരിക്കും നമ്മുടെ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇവിടെ വന്ന ആംബുലൻസുകളാണ്. ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ്റെതും അതുപോലെ ഇവിടുത്തെ കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്കിൻ്റെ ഒക്കെ ഒരു ഇത് ഇവിടെ ഉണ്ട്. ആംബുലൻസൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ NDRF വന്ന വാഹനങ്ങളാണ്. NDRF അഭിനന്ദിക്കാതെ വയ്യ. അവരൊക്കെ ഭയങ്കര ആത്മാർത്ഥ. ഇന്ത്യക്കാരും ഇവരൊക്കെയാണ്. പക്ഷെ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അവരൊക്കെ പ്രവർത്തനം കാണുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ആ കുട്ടിക്കും വേണ്ടി അവർ ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ പുറത്തുള്ള ടീമാണ്. ഇപ്പോൾ നേരത്തെ കണ്ടത്. ബാക്കിയുള്ളവർക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സെർച്ചിങ്ങിലാണ്. ഒരുപാട് ആളുകളുണ്ട് അവർ. ഈ വണ്ടി ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുലർച്ചെ ഒരു 5 മണിക്ക് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഈ വണ്ടി ഇവിടെ ഉണ്ട്. മലപ്പുറം ജില്ലാ ട്രോമോ കെയറിൻ്റെ വണ്ടി. ഇത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിൻ്റെ ആംബുലൻസാണ്. ഇതിൽ